ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ ഗ്രൂം ടു ബി വ്ളോഗ്. അങ്ങനെ നമ്മൾ പോകുന്നത് ഗ്രൂം ടു ബിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മഴയായിരുന്നു. അത്രയും നേരം മഴ ഇല്ലാതിരുന്ന ആ മഴ എങ്ങനെയാണ് നമ്മുടെ ഗ്രൂം ടു ബി അറിഞ്ഞ് ഓടി വന്നതെന്ന് എനിക്കറിയില്ല. പാപ് ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ഹിഡൻ സ്പോട്ട് നോക്കി അവിടെ ചെന്ന ഉടനെ മഴ പെയ്തു. വീണ്ടും നമ്മൾ കാപ്പിലേക്ക് വന്നു. അവിടെ ചെന്നപ്പോൾ വീണ്ടും മഴ ചാറുകയാണ്. അങ്ങനെയാണ് പലരും എൻ്റെ ഒരു ഭയങ്കര ഡിസ്റ്റർബ് മൂഡിലാണ്. എന്നാലും നമ്മൾ വന്നതല്ലേ എന്ന് കരുതി ഗ്രൂം ടു ബിയുടെ ആ ഒരു ഫോയിൽ ബലൂൺ എല്ലാം വെച്ചിട്ട് നമ്മൾ ഗ്രൂം ടു ബിയുടെ കുറച്ച് ഫോട്ടോ വീഡിയോ അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുപ്പിച്ചു. കുറച്ചൊക്കെ സാന്ത്വനാണ് എടുത്തത്. അങ്ങനെ ഇനി എന്തും വരട്ടെ, ഇനി മഴ നനഞ്ഞ് പനി പിടിച്ചാലും വേണ്ടില്ല എന്നൊക്കെ കരുതി നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കാപ്പിൽ ബീച്ചിന്റെ ആ ഒരു ഉൾഭാഗത്തിലോട്ട്. അപ്പോൾ അവിടെ കുറച്ച് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട്, പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും മഴ പെയ്താൽ അത്ര അറിയത്തില്ലല്ലോ എന്ന് കരുതി നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങി 2-3 ഫോട്ടോ എടുത്തപ്പോൾ മഴ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അങ്ങനെ നമ്മളുടെ ആഘോഷം ഇവിടെ വെച്ചാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കേക്ക്, ബൈ ബൈ സിംഗിൾ ലൈഫ്. ഇത് പ്രത്യേകം ചേട്ടൻ തന്നെ എഴുതി വാങ്ങിച്ച ഒരു കേക്കാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കേക്കും ബൊക്കെയൊക്കെ എല്ലാം വെച്ചിട്ട് നമ്മുടെ ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ബ്ലാക്ക് ഷർട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് ഉടുപ്പും അതുപോലെ ബ്ലൂ ജീൻസ് ആയിരുന്നു കളർ കോഡ്. എല്ലാവരും കറക്റ്റ് അതുപോലെ തന്നെ വന്നു. ആ ഒരു ഗ്രൂം ടു ബിയുടെ ഫോയിൽ ആ ഒരു ബലൂണൊക്കെ വെച്ചിട്ട് എന്ത് രസമായിരുന്നു എന്ന് കാണാൻ. ഫോട്ടോസും എല്ലാം വളരെ സൂപ്പർ ആയിരുന്നു. ഇത്രയ്ക്കും നല്ല രീതിയിലാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതിന്റെ ഇടയിൽ എൻ്റെ അമ്മയുടെ ചെറിയൊരു കുരുത്തക്കേടുണ്ട്. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് എന്റെയും ചേട്ടന്റെ സ്വഭാവം എന്താ ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ ആ വലത് ഭാഗത്ത് നിൽക്കുന്ന ആ കുഞ്ഞാളാണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ഫാമിലി, നമ്മുടെ ആ ഒരു അടുത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണോ ആവാം എന്നുള്ള രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ബൈ ബൈ സിംഗിൾ ലൈഫ് കേക്കൊക്കെ കട്ട് ചെയ്ത് എൻ്റെ ചേട്ടൻ്റെ ആ ഒരു സിംഗിൾ ലൈഫ് മുറിച്ച് അങ്ങനെ മിംഗിൾ ലൈഫിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ആ കേക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ വയറ്റിലുമാക്കുന്നുണ്ട്. കാരണം നല്ല വിശപ്പടിച്ചു തുടങ്ങുന്ന ആ ഒരു ടൈം കൂടി ആയിരുന്നു. അങ്ങനെ കുറേയൊക്കെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് പൊളിച്ച് ചേക്കാൻ്റെ കൊടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ആരവമാണ്. അങ്ങനെ നമ്മൾ 12 പേരോട് വിചാരിച്ചപ്പോൾ ആ ഒരു ഫുൾ കേക്കിന്റെ അവസ്ഥ ഈ രീതിയിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുൾ കഴിച്ചു തീർത്തു. പിന്നെ കൈ കഴുകുന്ന ആ ഒരു തത്രപ്പാടിലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കൈ കഴുകാൻ പറ്റൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ആഴമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഷൂവും പാൻറ്റും ഒക്കെ നനയും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ നിന്നില്ല. അതുമാത്രമല്ല, എങ്ങനെയുള്ള വെള്ളമാണെന്നൊന്നും അറിയില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ കല്യാണമാണ്. അതായത് പിറ്റേ ദിവസം നമുക്ക് തലേ ദിവസത്തിന്റെ ആ ഒരു പ്രിപ്പറേഷൻസ്, സാരി ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഴ നനയുന്ന കാര്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല മഴ ഉണ്ടായിരുന്നു. ഇരുട്ടിയത് കൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിൽക്കാനായിട്ട് ശ്രമിച്ചില്ല. നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗ്രൂമും സ്ക്വാഡും എല്ലാവരോടെ ചേർന്നിട്ട് നമ്മൾ ഭയങ്കര ഒരു എൻട്രിയോട് കൂടിയാണ് ആ ഒരു ഷോപ്പിലേക്ക് ഇറങ്ങിയത്. പാലച്ചിറയുള്ള ഒരു ഷോപ്പാണ്. എൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ നല്ല അടിപൊളി ഫുഡാണ്. ഞാൻ സാൻഡോടൻ മിക്കപ്പോഴും ബീച്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ മന്തിയും കിട്ടും, അതുപോലെ ബ്രോസ്റ്റഡും കിട്ടും. അങ്ങനെ 2 ടൈപ്പ് മന്തിയും ഓരോ പീസ് ബ്രോസ്റ്റഡുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും, അത് നമ്മൾ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ തന്നെ സിറ്റിംഗ് ഒക്കെ കറക്റ്റിന് അവിടെ ഉണ്ടായിരുന്നു. 12 പേർക്ക് ഇരിക്കാനുള്ള ആ ഒരു ടേബിൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. എല്ലാം ആ ഒരു ദൈവം സഹായിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാം നടന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇനി തിരിക്കാമെന്നുള്ള ആ ഒരു രീതിയിലാണ്. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഇറങ്ങിയപ്പോഴാണ് വീണ്ടും നമുക്ക് ആ ഒരു വൈബ് അടിച്ചത്. അതായത് ആ ഒരു നൈറ്റൊക്കെ ആയപ്പോൾ വീണ്ടും നമുക്കൊരു ഡാൻസ് മോഡായി. നമ്മൾ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് തുടങ്ങി. അതായത് ആ നടു റോഡിൽ നമ്മൾ ഡാൻസ് ചെയ്യുകയാണ്. ഓരോരുത്തർ വണ്ടിയൊക്കെ സ്ലോ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇതൊക്കെ ആരാ ഇത്? പക്ഷെ എന്തോ ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ആരും തിരിച്ചറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ പാട്ടൊക്കെ ഇട്ടു. ഭയങ്കര ഫുൾ വോളിയത്തിലാണ് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്. പോലീസൊക്കെ വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പയ്യെ വണ്ടി എടുത്തു. പിന്നെ പോകുന്നത് ആലങ്കോട്, ഞാനും എൻ്റെ സാൻഡോട്ടൻ്റെ വീട്ടിലാണ്. അവിടെ ഫ്രണ്ടിലാണ് ബാക്കിയുള്ള ഈ ഒരു ബഹളമല്ല. അപ്പം ഞാൻ ശരിക്കും ആലങ്കോട് ആ ഒരു ഭാഗത്തൊക്കെ വളരെ സൈലന്റ് ആയിട്ട് സ്കൂട്ടിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ അന്ന് ഇവരെല്ലാവരോട് ചേർന്ന് എന്നെ ആ ഒരു വൈബിലോട്ട് വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ മാത്രം കാണുന്ന എൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഈ ഒരു സ്വഭാവം ഈ ഒരു വീട്ടിലും കൂടെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു സ്ഥലത്ത് വീണ്ടും പാട്ടൊക്കെ ഇട്ട് ഭയങ്കര വൈബ് അടിച്ചുള്ള ഡാൻസാണ്. എൻ്റെ വീട്ടുകാരെന്ന് പറയുമ്പോൾ അമ്മയെ അതായത് വല്യമ്മ, അവരെല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുക്കളാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒന്നും നോക്കുന്നില്ല. കല്യാണം ഈ ഒരു ടൈം തൊട്ട് നമുക്ക് വൈബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ കല്യാണ വ്ളോഗ്, തലേ ദിവസം കാര്യങ്ങളെല്ലാം ഈ ഒരു വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ്സാക്കാതെ എല്ലാ വ്ളോഗും കാണുക. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.